ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി മുളക് ചമ്മന്തിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊച്ചുള്ളി, മുളക്, അര തക്കാളി, ഒരു തക്കാളിയുടെ പകുതി പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് എങ്ങനെ രുചികരമായ ഒരു മുളക് ചമ്മന്തി തക്കാളി മുളക് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായി ചൂടായ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് മുളക് ചമ്മന്തിക്ക് എപ്പോഴും. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ മുളക് ഇടാം. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് മാറി പോകും. ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കുക. മുളക് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഈ കൂടെ തന്നെ നമ്മൾ ഒരു സ്വല്പം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ പകുതി പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തക്കാളിയും കൂടി ഇടുക. ശേഷം നന്നായി വഴറ്റിയെടുക്കുക. തക്കാളിയുടെ ആ പച്ച ചൊവയൊക്കെ പോകണം. നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളി വഴറ്റി ഈ ഒരു പരുവം ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മുളക് വറുത്തെടുത്തത്, അതുപോലെ ഉള്ളി വഴറ്റിയതുമാണ്. ഇനി വേണ്ട ഒരു ഘടകമാണ് വാളംപുളി. ഇത് നമ്മുടെ ആവശ്യത്തിന്, പുളി ഒരുപാട് വേണ്ടവർ അതനുസരിച്ച് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വേണ്ടവർ കുറച്ച് പുളി എടുത്താൽ. ഞാനിവിടെ ഒരു സ്പൂൺ പുളി എടുത്തിട്ടുണ്ടാവും. മിക്സി വെച്ച് നന്നായി അരച്ചെടുക്കണം. തിളപ്പിച്ച വെള്ളം, അല്പം വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിച്ചാലോ അല്ലെങ്കിൽ പുളി കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ചാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മുളക് ചമ്മന്തി ഇഷ്ടമുള്ള എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ ഇതിന് കൂടുതൽ ഒരു ഇച്ചിരി മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ചോറുണ്ണാനുള്ള ടേസ്റ്റും സൂപ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, ബൈ ബൈ. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.